നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഞങ്ങളൊക്കെ ആയിട്ട് മഹി അടുത്ത ശേഷം ഞങ്ങളോടെങ്കിലും ഈ സത്യം പറയേണ്ടതായിരുന്നു. അങ്ങനെയെങ്കിൽ എങ്ങനെയെങ്കിലും കണ്ണേട്ടനെ ഈ വിവരം അറിയിക്കായിരുന്നു. ഇതിപ്പോ ഒരുപാട് വൈകിപ്പോയി. നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചു നിന്ന് കണ്ണേട്ടനെ ചതിച്ചെന്നെ കണ്ണേട്ടൻ ചിന്തിക്കൂ. അതുകൊണ്ട് പരമാവധി ആ സത്യം ഇനി മൂടി വെക്കുന്നത് നല്ലത്. ആകെ ചൂട് പിടിച്ചിരിക്കല്ലേ, ഒന്ന് തണുക്കട്ടെ. ഇത് കുടിക്കേ. അമ്മേനെ കളിയാക്കണോ? അല്ല, 7ാം മാസത്തിലെ ചടങ്ങ് എങ്ങനെയെങ്കിലും മുടക്കണമെന്ന് നീ ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അത് തന്നെയാ നീ ഏതു നേരം ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്നും എനിക്കറിയാം. ഇനിയിപ്പൊ നമ്മൾ എന്തെങ്കിലും നടക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിലേ അത് ചെയ്യാനായിട്ട് നിൽക്കാവൂ. അല്ലെങ്കിൽ അത് നമുക്ക് തന്നെ കുഴപ്പമായിട്ട് വരും. എടാ, കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങയെ പോലെ നമ്മളിപ്പോ നിൽക്കുന്നത്. ഏത് നിമിഷവും നമുക്ക് ഇവിടുന്ന് പുറത്തു പോവേണ്ടി വരും. എനിക്ക് പുറത്തു പോകേണ്ടി വന്നാലും അമ്മ ഇവിടുന്ന് ഇറങ്ങരുത്. എന്നോട് എന്തായാലും ഇറങ്ങിപ്പോവാൻ പറയത്തില്ല എന്നാ എനിക്ക് തോന്നുന്നേ. പിന്നെ കൂടെ ഒരുത്തി ഉള്ളതുകൊണ്ടേ അതൊക്കെ സംഭവിച്ചാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ഓ, 2 വരുന്നുണ്ട്. നാളെ 7ാം മാസത്തെ ചടങ്ങ് നടക്കുമല്ലേ, അതുകൊണ്ട് നേരത്തെ ഇങ്ങ് വരാന്ന് കരുതി. അതിനെന്തിനാ ഇവനെയും കൂട്ടി വന്നത്? അതിന്റെ കാരണം എന്താണെന്ന് ഇനി എന്റെ അമ്മയ്ക്ക് പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരണോ? എപ്പോ വേണമെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ വരാം, താമസിക്കാം എന്നൊക്കെയല്ലേ കണ്ണേട്ടൻ പറഞ്ഞിരിക്കുന്നേ. കണ്ണേട്ടനും ലക്ഷ്മിയിടത്തേക്കും അവകാശപ്പെട്ട വീട്ടില് ഞങ്ങൾ വരുന്നത് എന്തിനാണെന്നാണോ അമ്മ ചോദിക്കുന്നത്? ഇവൻ ഇവിടെ താമസിക്കാൻ ഒരിടം കൊടുത്തു കഴിഞ്ഞാ പിന്നെ ഇവ ഇവിടുന്ന് പോകുന്നു തോന്നുന്നില്ല. ആ സ്വഭാവം നിനക്കാടാ ഉണ്ണി. അന്യന്റെ മുതൽ ആഗ്രഹിച്ച് നടക്കുന്ന ഒരു സമയം എനിക്കുണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല. അതുകൊണ്ടാ നിന്റെ ഏട്ടനും ഏട്ടത്തിയമ്മയും എനിക്കൊരു ജോലി വാഗ്ദാനം ചെയ്തിട്ടും ഞാനത് വേണ്ടാന്ന് വെച്ചത്. പിന്നെ ഞങ്ങൾ വാടക വീട്ടിൽ പോയി താമസിക്കുന്നത്. അത് ശരിയാ, ഞങ്ങളോട് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു വില്ലയിൽ പോയി താമസിച്ചോളാനേ കണ്ണേട്ടൻ പറഞ്ഞതാ. അത് ഞങ്ങളുടെ പേരിൽ എഴുതി തരാന്നും പറഞ്ഞതാ. എന്നിട്ട് സാഗരേട്ടനാ പറഞ്ഞത് അത് വേണ്ടാന്ന്. എടാ കേട്ടോടാ, ഇവന്റെതേ നല്ല മനസ്സാ. ഇവനങ്ങ് ഉദാരമതിയാ. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, അതങ്ങനെ തന്നെയാ. സാഗരേട്ടൻ പറഞ്ഞതുപോലെ അങ്ങനെ അന്യന്റെ മുതൽ ആഗ്രഹിച്ച് നടക്കുന്നതേ ഇപ്പൊ അമ്മയുടെ മോനും മരുമോളും ഒക്കെയാ. അമ്മയോ അങ്ങനെ തന്നെയാ. എടാ ഉണ്ണി, ഇവളെ ഇതൊന്നും ആഗ്രഹിക്കാത്ത പോലെയാ പറയുന്നേ. ഒരു സമയത്ത് കണ്ണനെയും മഹാലക്ഷ്മിയും തമ്മിൽ വേർപിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊപ്പം നിന്നവളാ. അവളാ ഇപ്പൊ നല്ല പിള്ള ചമഞ്ഞ് അവർക്കൊപ്പം കൂടിയിരിക്കുന്നത്. മനുഷ്യന് തിരിച്ചറിവില്ലാത്ത സമയത്തെ അങ്ങനെ പല തെറ്റും ചെയ്തെന്ന് വരും. എന്നാ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാലേ മാറാനും ശ്രമിക്കും. സാധാരണ മനുഷ്യരങ്ങനെയൊക്കെ തന്നെയാ. ഒരിക്കലും മാറില്ലാന്ന് വാശി പിടിച്ചിരിക്കുന്നതേ എന്റെ അമ്മയും ആങ്ങളെയും നാത്തൂനും ഒക്കെയാ. നിങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് കണ്ണേട്ടിനെ ഏട്ടത്തെയും സ്നേഹിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് വേണ്ടതൊക്കെ കിട്ടും. ജോലി ചെയ്യാതെ 2 തലമുറയ്ക്ക് ജീവിക്കാനുള്ളതൊക്കെ അവര് തരും. പക്ഷേ അതുകൊണ്ടൊന്നും എന്റെ ആങ്ങള തൃപ്തനല്ലല്ലോ.
കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മൊത്തത്തിൽ വിഴുങ്ങണം. അങ്ങനെ വിഴുങ്ങണമെന്ന് ആഗ്രഹിച്ച് നടന്ന ഒരുത്തനിപ്പോ കോമാ സ്റ്റേജിൽ കിടക്കുമല്ലേ? അതൊക്കെ പോട്ടെ. നാളത്തെ 7-ാം മാസത്തെ ചടങ്ങ് കൊളവാക്കാൻ വേണ്ടിട്ടേ അമ്മയുടെ മോൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അത് ഞാൻ നേരത്തെ അറിയിക്കാം. നേരത്തെ അറിയിക്കില്ലല്ലോ, അതല്ലേ പ്രശ്നം. എല്ലാം നടന്നു കഴിഞ്ഞാലല്ലേ ബാക്കിയുള്ളവർ അറിയത്തുള്ളൂ. ഇനിയെങ്കിലും അതിനൊന്നും തുനിയാതെ മര്യാദയ്ക്ക് ചടങ്ങിൽ പങ്കെടുക്കാൻ നോക്കണം. ഇതൊക്കെ പറയാൻ നീ ആരടാ? അറിയില്ലേ, എന്റെ ഭർത്താവ്, ഈ വീട്ടിലെ മരുമകൻ. ഇനി ഇതിനേക്കാളും വലിയ ഉത്തരം പറയേണ്ട കാര്യമുണ്ടോ? സാഗരനൊന്ന് വരാൻ നോക്ക്. വാ. ഇനി ഇവിടെ ഇതുപോലെ പല ചടങ്ങും നടന്നിരിക്കും. അതിനൊക്കെ മുൻകൂട്ടി 2 വരികയും ചെയ്യും. അവള് വരുന്നത് സഹിക്കാം, അവള് വരുന്ന കുഴപ്പമില്ലെന്നും വെക്കാം. പക്ഷേ അവളുടെ കൂടെ അവൻ വരുന്നതും അവൻ ഇങ്ങനെ നേർക്കുനേരെ നിന്ന് സംസാരിക്കുന്നതോ സഹിക്കാൻ പറ്റാതെ. നിങ്ങൾ എങ്ങോട്ട് പോവാ മനുഷ്യ? ഞാനൊന്ന് പ്രതാപന്റെ വീട്ടിലേക്ക് പോവാ. എന്തിനാ അങ്ങോട്ട് പോകുന്നത്? നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ കൊല്ലാൻ വരുമെന്നല്ലേ പറഞ്ഞത്? പിന്നെ അവന്റെ അമ്മ വിളിച്ചിരുന്നു. അവൻ കുറച്ച് നോർമൽ ആയെന്നാ പറഞ്ഞത്. അതെന്താ? അയാൾ ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചായിരുന്നോ? ആരെയും കാണിച്ചിട്ടില്ല സീമന്തിനി. പിന്നെ ആ മഹാലക്ഷ്മി ഒരു നല്ല കാര്യം ചെയ്തു. അവള് പ്രതാപനെ സമാധാനപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു കണ്ണനോട് കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചിട്ടുണ്ടെന്ന്. എന്നുവെച്ചാ? ഏടി മണ്ടി, വിശ്വനാഥനെ കൊന്നത് പ്രതാപനാണെന്ന് മഹാലക്ഷ്മി കണ്ണനോട് പറഞ്ഞെന്ന്. അയ്യോ, പറഞ്ഞോ? അവളെ കൊണ്ട് തോറ്റല്ലോ. എടി പറഞ്ഞില്ല. പിന്നെ ഇപ്പൊ പറഞ്ഞു എന്ന് പറഞ്ഞതാ? എടി, അങ്ങനെ മഹാലക്ഷ്മി കണ്ണനോട് പറഞ്ഞെന്ന്, അങ്ങനെ അവനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചെന്ന്. ഓ, അങ്ങനെ. അതോടെ അവന്റെ രോഗം കുറച്ച് ശമിച്ചെന്നാ പ്രതാപന്റെ അമ്മ പറഞ്ഞത്. അവിടോട്ട് പിന്നെതിനാ നിങ്ങൾ എഴുന്നള്ളുന്നത്? നിങ്ങളെ കണ്ടു കഴിയുമ്പോഴല്ലേ അവന് രോഗം കൂടുന്നത്. ഞാനൊന്ന് പോയി നോക്കട്ടെ. ചിലപ്പോ അവൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല്ലവി നിർത്തിയാലോ. അവൻ ശാന്തനായി എന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്കൊരു സമാധാനം കിട്ടി. ഇപ്പോ അയാളുടെ ശരീരത്തിൽ നിന്ന് വിശ്വനാഥൻ പോയി കാണുമോ? അതിനൊക്കെയുള്ള ചാൻസ് ഉണ്ടടി സീമന്തിനി. എന്നാ പിന്നെ പ്രതാപന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്ന ആത്മാവ് ആ പരിസരത്ത് തന്നെ ഉണ്ടാവും. അങ്ങോട്ട് കേറി ചെല്ലുമ്പോഴായിരിക്കും അത് നിങ്ങളുടെ ദേഹത്ത് കയറുന്നത്. പിന്നെ നിങ്ങൾ തന്നെ ആയിരിക്കും പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്, മോനെ കണ്ണാ, ഞാനാണ് നിന്റെ അച്ഛനെ പ്രതാപനെ കൊണ്ട് കൊല്ലിച്ചതെന്നൊക്കെ. ഞാൻ വെറുതെ ഒന്നും പറഞ്ഞതല്ല. കുടുംബത്തിനൊപ്പം ജീവിച്ചു കൊതി തീരാത്ത ഒരു അച്ഛനായിരുന്നു വിശ്വനാഥൻ. കുടുംബത്തെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരാൾ. അങ്ങനെ ഒരാളെയാണ് ആയുസ് തീരും മുമ്പേ നിങ്ങൾ 2 ആളും കൂടെ മുകളിലോട്ട് പറഞ്ഞു വിട്ടത്. ആ പകയും പ്രതികാരവും വിശ്വനാഥൻ കാണിക്കാതിരിക്കുവോ? സത്യം പറയാമല്ലോ, ഈ വീട്ടിലെ പ്രേതം നീയാ. അതുകൊണ്ടാ നീ എന്നെ ഇടയ്ക്കും ഉറക്കൊക്കെ പേടിപ്പിക്കുന്നത്. ഞാനാരെയും പേടിപ്പിച്ചിട്ടില്ല. നിങ്ങൾക്കിനി എന്ത് സംഭവിച്ചാലും ഞാനത് പുഞ്ചിരിയോടെ നോക്കി നിൽക്കത്തേ ഉള്ളൂ. അതുമാത്രമല്ല, ദേ, നിങ്ങൾ ഒറ്റ ഒരുത്തം കാരണമാ മുകളിലൊരുത്തൻ ജഡം കണക്കെ കിടക്കുന്നത്. കോമയെ കിടക്കുന്ന മകനെന്ന് പറയുന്നതേ ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നതിന് തുല്യമാ. അവന്റെ ചികിത്സയെ പറ്റിയാണെങ്കിൽ നിങ്ങളോട്ട് ചിന്തിക്കുന്ന പോലുമില്ല. വരട്ടെ, നമുക്കുടനെ അവനെ തോമസ് സാറിന്റെ അടുക്ക കൊണ്ടുപോവാം. അങ്ങനെ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പെട്ടെന്ന് കൊണ്ടുപോകണം. എടി, പ്രതാപൻ അവിടെ ചികിത്സയ്ക്ക് കിടക്കുമ്പോഴല്ലേ വിശ്വനാഥൻ അവന്റെ ദേഹത്ത് കയറിയത്. അവിടെ പ്രേതബാധയുണ്ടെന്നാ പ്രതാപനും അവന്റെ അമ്മയും പറയുന്നത്. എന്തായാലും മേഘന്റെ ദേഹത്തെ വിശ്വനാഥൻ കേറത്തില്ല. കാരണം അവനല്ലല്ലോ അയാളെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തത്. നിന്നോട് തർക്കിച്ച് നിൽക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ നല്ലൊരു വാർത്ത കേട്ട സ്ഥിതിക്ക് പ്രതാപന്റെ വീട് വരെ ഒന്ന് പോണം. അവൻ എന്നോട്
പഴയതുപോലെ സംസാരിക്കുമോ എന്ന് നോക്കട്ടെ. യവനെന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? തലയ്ക്ക് സ്ഥിരതയില്ലാത്തവനാ. ഇനി എന്താ മനസ്സിനകത്ത് കുമിഞ്ഞുകൂടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. എടാ വാമ, എന്നെ കൊലയാളിയാക്കിയ വാമ, എന്നെ കൊലയാളിയാക്കിട്ട് നീ എന്തിനാടാ നീ ഇങ്ങോട്ട് വന്നേ? വിശ്വനാഥന് കൊട്ടേഷൻ കൊടുത്ത കൊലയാളി, എന്നിട്ട് നീ എന്റെ മുമ്പേ വന്നിരിക്കുന്നോടാ. എന്നെ കൊണ്ട് നീ അല്ലടാ അവനെ കൊല്ലിച്ചേ. എന്റെ ഭഗവാനെ, എന്തൊക്കെ വിളിച്ചു പറയുന്നത്? അതെ നാട്ടുകാരെ എല്ലാരും കേക്കണേ, ഇവനാണ് എനിക്ക് വിശ്വനാഥനെ കൊല്ലാൻ കൊട്ടേഷൻ തന്നെ. ഇവൻ ഈ വാമൻ, അവന്റെ വായ ഇവനാണ് ഇതിന്റെ എല്ലാ എന്തിനാ നിങ്ങൾ എന്നെ തല്ലിയത്? തല്ലേണ്ടത് ഇവനാ, ഈ നിൽക്കുന്നവനെ. കേറിപ്പോടാ. വാമദേവ, നല്ല വിളഞ്ഞ ചൂറിലുണ്ടെങ്കിൽ ചാണകത്തിൽ പഴിപ്പിച്ച് കൊണ്ടുവരണം. പുറം അടിച്ചു പൊളിക്കാൻ. വീട്ടിൽ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ? അങ്ങോട്ട് കൊലയാളി. മോഹിനി, മോഹിനി, ആ വന്നവനുണ്ടല്ലോ, അങ്ങോട്ട് നടക്കടാ. അങ്ങോട്ട് പോ, നിന്റെ മുറിയിലോട്ട് പോടാ. പ്രതാപന് സുഖമില്ല എന്നറിഞ്ഞിട്ടാ ഞാൻ വന്നത്. പക്ഷെ അപ്പോഴും കരുതിയില്ല അവന് മുഴുവട്ട എന്ന്. അതൊക്കെ എല്ലാവരും മനസ്സിൽ വെച്ചേക്ക്. അങ്ങേരുടെ അടുത്ത സുഹൃത്തല്ലേ വാമേട്ടൻ. രണ്ടാളും കൂടെ എന്റെ മോളെയും മരുമോനെയൊക്കെ ഒരുപാട് തവണ കൊല്ലാൻ നോക്കിയതല്ലേ. അങ്ങനെയുള്ളവരെ ദൈവം വെറുതെ വിടില്ല. മേഘന്റെ കാര്യം അറിയാലോ. ഞാനെല്ലാം നിർത്തി മോഹിനി. കണ്ണനെ നിന്റെ മോളെ വേദനിപ്പിച്ച അതിന്റെ ഇരട്ടിയായിട്ട് തിരിച്ചടി കിട്ടുമെന്ന് എന്റെ അനുഭവം എന്നെ പഠിപ്പിച്ചു മോഹിനി. അതുകൊണ്ട് ഇനി വളഞ്ഞ വഴി പോകുന്ന പ്രശ്നമില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അല്ല, എന്തിനാ അങ്ങേര് വാമേട്ടനെ കൊലയാളി എന്ന് വിളിച്ചത്? അതിന്റെ ഉത്തരം ഞാൻ തന്നെ പറയണോ മോഹിനി? അവനിപ്പോ ആരെ കണ്ടാലും കൊലയാളി എന്ന് വിളിക്കുന്ന പരുവത്തിലാ. രണ്ടെണ്ണം കൂടി കൊടുത്തിട്ട് അവനെ ഞാൻ മുറിയിലിട്ട് പൂട്ടിയിട്ടുണ്ടാ. ആരൊക്കെയോ അവനെതിരെ മന്ത്രവാദം നടത്തിയതാണ് വാമ. അല്ലെങ്കിൽ എത്ര ആരോഗ്യത്തോടെ നടന്നവനാ അവൻ ഈ ഗതി വരുമായിരുന്നു. സ്വന്തം പ്രവൃത്തി നല്ലതാണെങ്കിലേ ഇതുപോലുള്ള തിരിച്ചടികളൊന്നും ഉണ്ടാവില്ല. ആ, വാമേട്ടൻ കയറിയിരിക്കെ. കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ ഞാൻ. അയ്യോ വേണ്ട മോഹിനി, ഞാനങ്ങ് പോവാ. പ്രതാപനെ ഏതെങ്കിലും നല്ല സൈക്കാട്രിസ്റ്റിനെ കാണിക്കും മോഹിനി. അത്രത്തോളം അവന്റെ സമനില തെറ്റിപ്പോയി. ഞാനങ്ങോട്ട്. വാമ, അവിടെ നിന്നടാ, ഒരു കാര്യം പറയട്ടെ. ആ കാര്യം അങ്ങ് മറന്നുപോയി. അവിടെ നിന്നടാ.
മാമ, നിന്നെ കാണുമ്പോ മാത്രമേ അവൻ കൊലയാളി എന്നൊക്കെ വിളിക്കുന്നുള്ളൂ. നീയാണ് കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് നീ പരമാവധി അവന്റെ മുന്നിലേക്ക് വരാതിരിക്കാൻ നോക്കണം. ഇനി 7-ാം മാസത്തിന്റെ ചടങ്ങിനെ അവനെങ്ങാനും കണ്ണനെ തറവാട്ടിലോട്ട് കയറി വന്ന കുഴപ്പമാവുമല്ലോ അമ്മേ. പിന്നെ കുഴയത്തില്ലേ? അങ്ങനെയാണെങ്കിൽ അവിടെ 7-ാം മാസവും നിനക്ക് പിണ്ടം വെക്കുന്നത് ഒരുമിച്ചായിരിക്കും. വിശ്വനാഥനെ കൊന്നത് നീയും പ്രതാപനുമാണെന്ന് അറിഞ്ഞ കണ്ണ മാത്രമല്ല, മഞ്ജു, ഉണ്ണി, നിന്റെ പെങ്ങളും ഒക്കെ നിന്നെ ചുട്ടുകളയും വാമ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അവനെ ഏതെങ്കിലും നല്ല ഡോക്ടറെ കാണിക്കാൻ. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല വാമ. അവൻ ഇപ്പൊ കിടന്ന ആശുപത്രിയിലെ നല്ലൊരു മനഃശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. അയാളെ ചികിത്സിക്കാൻ വന്നപ്പോ അയാളെ ജനിപ്പിച്ച എല്ലാരെയും വിളിച്ചവൻ തല്ലാനും ചെന്നു. അമ്മേ, വിശ്വനാഥനെ ലോറി തട്ടിച്ചു കൊന്നത് പ്രതാപനാണെന്നെങ്ങാനും അവന്റെ നാവിന്ന് കണ്ണൻ അറിഞ്ഞ കണ്ണൻ പിന്നെ അതിന്റെ പിന്നാലെ പോകും. അറിയാവല്ലോ, അവനൊരു വക്കീലും കൂടിയാ. അവൻ മാത്രമല്ല, അവന്റെ കൂട്ടുകാരൻ അനന്തു. പിന്നെ കേസും കോടതിയും വഴക്കും ഒക്കെ ആയിട്ട് നട്ടം തിരിയും ഞാനും അമ്മയുടെ മോനും. അതുകൊണ്ട് വേണമെങ്കിൽ ഒരു ചങ്ങല കൊണ്ടുതരാം, അവനെ തളച്ചിടാൻ നോക്ക്. നീയാണല്ലോ ഇതിനൊക്കെ കാരണം. അവന്റെ നാവ് പഴിച്ചാലേ നിന്റെ കാര്യം പോക്കാവാമ. ഈ കേസ് ഞാനും അവനും അകത്തായ പിന്നെ മരണം വരെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. മിക്കവാറും ഇരട്ട ജീവപര്യന്തമായിരിക്കും ഈ കേസിനുള്ള ശിക്ഷ. കണ്ണന്റെ ഹൃദയത്തിന്റെ ഒരു ഭാഗമാണ് അവന്റെ അച്ഛൻ. ആ അച്ഛനെ കൊന്നവൻ ആരായാലും ശരി, അവർക്കൊന്നും അവൻ മാപ്പ് കൊടുക്കില്ല. ചിലപ്പോ വിധി നടപ്പാക്കുന്നത് പോലീസോ കോടതിയോ ഒന്നും ആയിരിക്കില്ല, അവനായിരിക്കും, ആ മാർക്കോ. കണ്ണന്റെ കണ്ണു നിറഞ്ഞ അവൻ എന്നെയും പ്രതാപനെയൊക്കെ കൂട്ടിയിട്ട് കത്തിക്കും. അതും കൂടൊക്കെ അമ്മ മനസ്സ് വെച്ചോ. ഞാൻ പോവാ. അയാളെന്താ പറഞ്ഞത്? എന്താ പറഞ്ഞെന്ന് നിനക്ക് ചോദിച്ചുകൂടായിരുന്നോ? അയാൾക്കറിയോ കണ്ണന്റെ അച്ഛനെ കൊന്നത് പ്രതാപേട്ടനാണെന്ന്? അല്ല, അത് അയാൾക്ക് അറിയാമെങ്കിൽ അയാൾ എല്ലാവരോടും പറഞ്ഞോണ്ട് നടക്കില്ലേ? അവനറിയത്തില്ല. ഇനി നീയായിട്ട് അത് അറിയിച്ചു കൊടുക്കാൻ നിൽക്കണ്ട. നാളെ നിന്റെ മോളുടെ 7-ാം മാസമാ. ആ സമയത്ത് കണ്ണനെങ്ങാനും ഈ വാർത്ത അറിഞ്ഞ ആ ചടങ്ങ് അതോടെ അവിടെ നിലയ്ക്കും. പിന്നെ 7-ാം മാസത്തിൽ പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന് ഇവിടെ സ്ഥിരമായിട്ടങ്ങ് നിൽക്കേണ്ടി വരും നിന്റെ മോക്ക്. അതെ, അതിന് എന്റെ മോളല്ല കണ്ണന്റെ അച്ഛനെ അപകടത്തിൽപ്പെടുത്തിയത്. ആരായാലും ശരി, അവന്റെ അച്ഛനെ കൊന്നവനെ അവൻ വെറുതെ വിടത്തില്ല. കൂട്ടത്തിൽ നിന്റെ മോളും വിടും. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് വട്ടുവരുമല്ലോ. അവൻ എൻ്റെ ജീവിതം തുലയ്ക്കുന്ന തോന്നേ. അവനല്ലല്ലോ, ആ വിശ്വനാഥനല്ലേ പ്രതി. ഇനി പ്രതാപന്റെ ദേഹത്തുനിന്ന് അവൻ എൻ്റെ ദേഹത്തേക്ക് ചാടിക്കേറുമെന്നാ പേടി. വല്ലാത്തൊരു ജീവിതം തന്നെ. ഇത് കുറച്ച് കടുപ്പമായിപ്പോയി. ഏടാ വിശ്വനാഥ, 10-20 വർഷങ്ങൾക്ക് ശേഷം നീ എന്തിനാണ് വീണ്ടും അവതരിച്ചേ? ഒരിക്കൽ നിന്നെ കാരണം പൊറുതിമുട്ടിയല്ലേ നിന്നെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞു വിട്ടത്. വീണ്ടും എന്തിനാടാ നീ ഇങ്ങോട്ട് വന്നത്?
അമ്മേ, അമ്മേ. ഓ, വന്നോ? അമ്മയല്ലടി, നിന്റെ നാത്തൂനാണെന്ന് പറയാൻ പോലും ആഗ്രഹിക്കാത്ത നാത്തൂൻ. ഏട്ടത്തിയുടെ 7-ാം മാസത്തെ ചടങ്ങാ. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടേ ഇനി ഞങ്ങൾ പോകുന്നുള്ളൂ. നിനക്ക് ആ ചടങ്ങിൽ സന്തോഷമൊന്നും ഇല്ലല്ലോ. പിന്നെ നിനക്ക് നിന്റെ വീട്ടിൽ നിന്നൂടായിരുന്നോ? എന്നെ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന വീടായത്. നീ ഒളിച്ചോടി പോയെങ്കിൽ അവനോടൊപ്പം അവന്റെ വീട്ടിലാ താമസിക്കേണ്ടത്. അല്ലാതെ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കി ഇങ്ങോട്ട് വരികയല്ല വേണ്ടത്. ഞാൻ വന്നതേ എന്റെ ഏട്ടത്തിയുടെ ചടങ്ങിനാടി. എന്റെ ഏട്ടനും ഏട്ടത്തെയും വിളിച്ചിട്ട്. ഓ, വിളിച്ചില്ലെങ്കിൽ നീ വരുമല്ലോ. ചിലപ്പോ വന്നെന്നിരിക്കും. എനിക്കും സാഗരേട്ടനുവേ എന്റെ ഏട്ടനെ ഏട്ടത്തിയെ അത്രയ്ക്ക് ഇഷ്ടമാ. പിന്നെ നീ നിന്റെ വീട്ടിലേക്ക് പോയ സ്ഥിതിക്ക് ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് വരുന്നതായിരുന്നു നല്ലത്. അല്ലെങ്കിൽ തന്നെ ആ ചടങ്ങ് നടക്കുമ്പോ ലക്ഷ്മിയടത്തേക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ലല്ലോ നീ വന്നത്, പ്രാകാനല്ലേ? നിന്റെ ഒക്കെ ശല്യം സഹിക്കാൻ വയ്യാത്തോണ്ടാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ വീട്ടിലോട്ട് പോകുന്നത്. നീ നിന്റെ വീട്ടിലോട്ട് പോകുന്നതേ നിന്റെ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് വിഷം ചേർത്ത പൊടി മേടിച്ചോണ്ട് വരാനല്ലേ? എന്നിട്ട് വേണം അത് ഏട്ടത്തിക്ക് കലക്കി കൊടുക്കാൻ. അപ്പൊ പിന്നെ എനിക്ക് സംഭവിച്ചത് തന്നെ ഏട്ടത്തിക്കും സംഭവിക്കുമല്ലോ. 7-ാം മാസത്തെ ചടങ്ങില് ഏട്ടനും ഏട്ടത്തെയൊക്കെ കരയുന്നത് നിനക്ക് കാണുകയും ചെയ്യാം. നിന്നോട് ആരെങ്കിലും പറഞ്ഞായിരുന്നോ ഞാൻ എന്റെ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് പൊടി വാങ്ങിക്കാനാ പോയെന്ന്? അതിനിപ്പൊ പ്രത്യേകിച്ച് ആരും പറയേണ്ട കാര്യമൊന്നുമില്ലടി. നീ നിന്റെ വീട്ടിലേക്ക് പോയിട്ട് മടങ്ങി വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ സംശയിക്കില്ലായിരുന്നു. നിന്നെ സംബന്ധിച്ചിടത്തോളം ഏട്ടത്തിയുടെ 7-ാം മാസത്തെ ചടങ്ങിൽ പങ്കെടുക്കാൻ നിനക്ക് ഒരു താല്പര്യമില്ലെന്ന് എനിക്കറിയാം. നിനക്ക് ആ ചടങ്ങ് കണ്ടു നിൽക്കാനുള്ള ശക്തിയും ഇല്ലെന്ന് എനിക്കറിയാം. എന്നിട്ട് നീ വന്നിട്ടുണ്ടെങ്കിൽ സംശയിക്കണം. നിനക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് സംശയിച്ചോ? ഇഷ്ടം പോലെ സംശയിച്ചോ? എനിക്ക് പണിയുണ്ടടി. അതില്ലാത്തത് നിനക്ക് നിന്റെ ഭർത്താവിനോ? അപ്പൊ പിന്നെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പണി ഉണ്ടാക്കണമല്ലോ. ഞാൻ എന്റെ സ്വഭാവം ശീലവും മാറ്റിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നിന്റെ ഈ സംസാരത്തിന് തക്കതായ മറുപടി ഞാൻ തന്നേനെ. നീ എന്താന്ന് വെച്ചാ പറഞ്ഞോടി. അതിനുള്ള മറുപടിയൊക്കെ എന്റെ പക്കലുണ്ട്. ഒളിച്ചോടി പോയവള് മറ്റുള്ളവർക്ക് ജോലി ഉണ്ടാക്കാനായിട്ട് വന്നിരിക്കുക. നിന്റെ അച്ഛന്റെ വട്ട് മാറിയോടി. ചെല്ല്, എന്റെ വീട്ടിലോട്ട് ചെല്ല്. എന്നിട്ട് പോയി നോക്ക് വട്ട് മാറിയോ ഇല്ലയോന്ന്. അയാൾക്ക് മാത്രമല്ല, അയാളുടെ അമ്മയ്ക്കും നിനക്കും ഒക്കെ വട്ട് വരും. അതുപോലെയാ നിന്റെയൊക്കെ പ്രവർത്തികള്. നീ കൂടുതലൊന്നും പറയണ്ട. ഞാൻ കല്യാണം കഴിച്ചു വരുന്ന സമയത്ത് നീയും എല്ലാത്തിനും കൂട്ടായിരുന്നു. അത് നീ മറക്കരുത്. അതെന്തിനാടി നീ കൂടെ കൂടെ പറയുന്നേ? അങ്ങനെയുള്ള ഞാൻ ഇന്ന് തെറ്റ് ശരിയും തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവളാ. ഞാനെന്ന് നിന്റെയൊക്കെ കൂടെ നിന്നതിനുള്ള ശിക്ഷയാ എന്റെ വിവാഹത്തിലൂടെ ദൈവം എനിക്ക് തന്നത്. മേഘനെന്ന് ഒരുത്തനെ എനിക്ക് കെട്ടേണ്ടി വന്നതും അതുകൊണ്ടാ. പിന്നെ അതിനുശേഷം ആരാണ് നല്ലവരെന്നും കെട്ടവരെന്നും ഒക്കെ ഞാൻ മനസ്സിലാക്കി മാറി. എന്ന എന്തൊക്കെ അനുഭവം ഉണ്ടായിട്ടും മാറാത്തത് നീ ആടി. നിന്റെ അച്ഛനെ ഇപ്പൊ ശല്യം ചെയ്തോണ്ടിരിക്കുന്നതേ എന്റെ അച്ഛനാ. അതിന്റെ പിന്നില് ഇനിയൊരു കഥയുണ്ടോന്ന് ആർക്കറിയാം? ലോറി ഡ്രൈവറായ നിന്റെ അച്ഛനാണോ എന്റെ അച്ഛന്റെ ബൈക്കിലേക്ക് ലോറി കൊണ്ടിടിച്ചതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഓ, ഇനി അതോടി എന്റെ അച്ഛന്റെ തലയിൽ കെട്ടിവെക്കേ. അല്ല, എന്റെ അച്ഛൻ നിന്റെ അച്ഛന്റെ പിന്നാലെ ചുറ്റിത്തിരിയുന്നതുകൊണ്ട് അങ്ങനെ സംശയിക്കുന്നതിലും തെറ്റില്ല. നിന്റെ അച്ഛനെ പോലെ എന്തായാലും അന്ന് ലോറി ഡ്രൈവ് ചെയ്തിരുന്നത് കണ്ണീച്ചോറ് ഇല്ലാത്തൊരു ദുഷ്ടനാ. അതുകൊണ്ടാ ഇടിച്ചിട്ടിട്ടൊന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ലോറി എടുത്തോണ്ട് പോയത്. അല്ലെങ്കിൽ ഇന്നും ഞങ്ങളുടെ അച്ഛൻ ഇവിടെ കണ്ടേനെ. അങ്ങേരിവിടെ ഉണ്ടായിരുന്നെങ്കിലേ ഈ തറവാട്ടില് എനിക്ക് ഉണ്ണിയേട്ടനും ഉണ്ണിയേട്ടന്റെ അമ്മയ്ക്കും കുറച്ചുകൂടി അധികാരം ഉണ്ടായേനെ. സമ്പത്തെല്ലാം ഒരാൾക്ക് മാത്രം ഇങ്ങനെ ഇരുന്നങ്ങ് വിഴുങ്ങാൻ പറ്റില്ലായിരുന്നു.
അമ്മാവനും കാല് മാറി. മനസ്സിലായില്ല. അല്ല, ഇവിടെ നാളെ വലിയൊരു ഫംഗ്ഷൻ നടക്കാൻ പോവില്ലേ? അതെങ്ങനെങ്കിലും അലമ്പാക്കണമെന്ന് പറഞ്ഞിട്ട് അമ്മാവൻ വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല. ഇപ്പൊ വാലില് തീ പിടിച്ച പോലെ ഓടുക നിന്റെ അമ്മാവൻ. പിന്നെ സഹായിക്കാനുണ്ടായിരുന്ന ആള് വട്ടനായി പോവുകയും ചെയ്തു. നിന്റെ അച്ഛന്റെ കാര്യം പറഞ്ഞ മനസ്സിലായി. നാളെ ആ ഫംഗ്ഷൻ നല്ല രീതിയിൽ നടക്കരുതെന്ന് എനിക്കാഗ്രഹമുണ്ട്. അത് അലമ്പാക്കാൻ എന്താ മാർഗം? ഇനിയിപ്പം അതേപ്പറ്റി ഒന്ന് ആലോചിക്കണ്ട ഉണ്ണിയേട്ടാ. അതെങ്ങനെയെങ്കിലും നടന്നു പോയിക്കോട്ടെ. നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയേ? അമ്മാവനും അങ്ങനെയാണല്ലോ പറയുന്നത്. അത് ഈ അടുത്ത സമയത്തുണ്ടായ ഓരോ സംഭവങ്ങളും മനസ്സിൽ കിടക്കുന്നോണ്ട് ഞങ്ങളെല്ലാരും അങ്ങനെ തന്നെയാ പറയുന്നത്. അപ്പോ കണ്ണനും മഹാലക്ഷ്മി ഇപ്പൊ ജീവിക്കുന്ന പോലെ ജീവിച്ചോട്ടെന്നോ? അല്ലാതെ എന്ത് ചെയ്യും? നമ്മൾ ഏതൊക്കെ രീതിയിൽ അവരെ നശിപ്പിക്കാൻ നോക്കിയിട്ടും നടക്കുന്നില്ലല്ലോ. നിനക്കിപ്പോ നല്ല ചേഞ്ച് ഉണ്ട്. അല്ലെങ്കിൽ ഇതുപോലുള്ള ഫംഗ്ഷനൊക്കെ നടക്കുമ്പോ നീ ഇവിടെ നിൽക്കുന്നല്ലോ. ഇവിടുന്ന് ഞാൻ എങ്ങോട്ട് പോവാനാ? എന്റെ വീട്ടിലോട്ട് പോയാല് അവിടെ എന്നെ കുറ്റപ്പെടുത്തുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. പിന്നെ വീടിനകത്തോട്ട് ചെന്നാൽ ഏത് നേരവും വായി വരുന്നൊക്കെ വിളിച്ചു പറയുന്ന ഒരു അച്ഛനാ ഉള്ളത്. ആ അച്ഛനെ സഹിക്കുന്നൊരു മുത്തശ്ശി. അവിടെ നിന്നാലേ എനിക്ക് ഭ്രാന്ത് പിടിക്കും. നിന്റെ അച്ഛനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് നീ അതിനെതിരെ സമ്മതിച്ചില്ലല്ലോ കരണേ. ഓ, അയാൾ തുടങ്ങി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാണാത്തതാ നല്ലതെന്ന് ഞാൻ പറഞ്ഞല്ലോ. നാളെ ഫംഗ്ഷൻ തുടങ്ങുമ്പോ നമുക്ക് മുറിയടച്ച് ഇവിടെ എങ്ങാണ്ട് ഇരിക്കാം. ഫംഗ്ഷൻ എല്ലാവരും ഉണ്ടാവും, നമ്മുടെ ശത്രുക്കളെല്ലാവരും. മഞ്ജു സാഗർ മാത്രമല്ല, ആനന്ദൂലേക്കൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. സാധ്യതയുണ്ടെന്നല്ല, അവരൊക്കെ വരും. കണ്ണനും മഹാലക്ഷ്മിക്കൊക്കെ പ്രിയപ്പെട്ടവരാരാണോ അവരൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുത്തിരിക്കും. ചിലപ്പോ ആ മാർക്കോയും ലോപ്പസും വന്നിരിക്കും. ആ മാർക്കോയ്ക്കാണെങ്കിൽ എന്നെ കണ്ട കലി കയറും. ഇനി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ തല്ലൂന്ന് എന്റെ പേടി. തല്ലുന്നെങ്കിൽ തിരിച്ചു തല്ലണം. അതിന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആണാണെന്നും പറഞ്ഞ് എന്തിനാ നടക്കുന്നേ? എന്റെ ആണത്വത്തെ നീ ചോദ്യം ചെയ്യണ്ട. അവനൊക്കെ ജന്മനാ ഗുണ്ടകളായവരാ. അങ്ങനെ ഗുണ്ടായുസം കാണിച്ച് നടന്ന ഒരുത്തനാണ് ഞാനെങ്കിൽ എനിക്കും തിരിച്ചെല്ലാം പറ്റിയാനെ. ഉണ്ണിയേട്ടന് ധൈര്യമില്ല. ആകെ കൂടി നിങ്ങളുടെ വീട്ടിൽ ധൈര്യം ഉണ്ടായിരുന്നത് ആ മേഘേട്ടന് മാത്രം. അങ്ങേരാണെങ്കി ഇപ്പൊ മുകളിലോട്ട് നോക്കി കിടക്കുക. മേഘേട്ടൻ വീണു പോയതാ ഇപ്പോഴുള്ള എല്ലാ പ്രശ്നത്തിനും കാരണം. അങ്ങേര് ഉഷാറായിരുന്നെങ്കിലേ നാളത്തെ ചടങ്ങ് നടക്കുമ്പോ ഇവിടെ ബോംബ് എറിയുമായിരുന്നു. അതിപ്പോ ഉണ്ണേട്ടനെ കൊണ്ടും പറ്റുമല്ലോ. അതിനുള്ള ധൈര്യം ഇല്ലാത്തോണ്ടല്ലേ. എന്തായാലും ഇനിയിപ്പോ ആ ചടങ്ങ് നടക്കട്ടെ എന്ന് കരുതുന്നല്ലാതെ അത് തടസ്സപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല. തടസ്സപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചാലും അത് നമുക്ക് തിരിച്ചടിയാവത്തേ ഉള്ളൂ. അങ്ങനൊരു തിരിച്ചറിവുണ്ടായ സ്ഥിതിക്ക് ഇനി നമ്മൾ രണ്ടാളും മാറി നിൽക്കുന്ന നല്ലത്. അല്ല, 7-ാം മാസത്തെ ചടങ്ങ് കഴിഞ്ഞ ശേഷം ശരിക്കും ലക്ഷ്മി മോളെ ഇവിടെ കൊണ്ട് നിർത്തേണ്ടതാ. ആര് പറഞ്ഞു നിർത്തണ്ടെന്ന്? പതിവുകളൊന്നും തെറ്റിക്കണ്ട. അവളെ ഇവിടെ തന്നെ കൊണ്ടുവന്ന് നിർത്തിക്കോ. എങ്ങനെ നിർത്തും? എന്റെ മോളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയാ മോളും മോളുടെ കുഞ്ഞും പിന്നെ ജീവനോടെ ഇരിക്കുന്ന ഒരു ഗ്യാരണ്ടി ഇല്ലല്ലോ. അയ്യോ അയ്യോ അയ്യോ, അങ്ങനെ പറയല്ലേ മോഹിനി. ലക്ഷ്മി മോളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം. ഇവിടെ നിൽക്കേണ്ട കുട്ടിയല്ലേ അവള്. അവൾ ഈ കുടുംബത്തിന്റെ സന്തതിയല്ലേ. ഈ കിളവി അത് വേണ്ടതൊക്കെ പറയും. അത് നീ കേക്കട്ട. നമ്മുടെ മോള് ഇവിടെ വെച്ച് പ്രസവിച്ച അത്രയും സന്തോഷം. അല്ല, എന്താടി തലയ്ക്ക് നല്ല വെളിച്ചം വരുമ്പോ ഇങ്ങനെയൊക്കെ പറയോ? ഇതുപോലൊക്കെ ചിന്തിക്കോ? എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. വിശ്വനാഥൻ എന്നെ കാണുമ്പോഴേക്കും അവൻ എന്നോട് പറയുന്നുണ്ട് നമ്മുടെ ലക്ഷ്മി മോളെ ഇനി ശല്യം ചെയ്യരുതെന്ന്. അവൻ പറഞ്ഞാ പിന്നെ എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റുമോ?
മിക്കവാറും ആ വാമനുണ്ടല്ലോ നിനക്ക് കൊട്ടേഷൻ തരും. ആ അങ്ങനെ വേണം. അല്ല, അയാൾ എന്തിനാ പ്രതാപേട്ടന് കൊട്ടേഷൻ കൊടുക്കുന്നത്? അയ്യോ, അവൻ കൊട്ടേഷന്റെ ആളാ. കൊട്ട നിറയെ കൊട്ടേഷൻ കൊണ്ട് നടക്കുന്നവനാ. ശരിക്കും പറഞ്ഞ അവനല്ലേ എനിക്ക് പ്രതാപ പറയണ്ടേ? അതെ മോഹിനി, ഞാൻ വായി തോന്നിത്തൊക്കെ വിളിച്ച് പറയുന്നോടാ കാലമാണ്. അങ്ങോട്ട് നടക്കണ. ആവശ്യമില്ലാതെ നീ ഓരോന്ന് പറഞ്ഞാലുണ്ടല്ലോ നിന്റെ മണ്ടകം തല്ലി പൊളിക്കും. മിണ്ടരുത് നീ. അയ്യോ അയ്യോ മോഹിനി, ഞാൻ പറയാം. അകത്ത് പോയി കിടക്കടാ. അങ്ങനെ നിങ്ങൾ പറയുമ്പോഴേക്ക് അകത്ത് പോയി ഒരു മൂലയിൽ ഒളിക്കാനേ. നിങ്ങൾ പ്രസവിച്ചിട്ട് ഒരു കുട്ടിയൊന്നുമല്ല ഞാൻ. പ്രതാപ, എനിക്ക് 19 വയസ്സ് കഴിഞ്ഞു. എടാ നിനക്കിപ്പോ 5 വയസ്സുകാരന്റെ പക്വതയെ ഉള്ളടാ. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും 7-ാം മാസം കഴിഞ്ഞാൽ ലക്ഷ്മി മോളെ മര്യാദക്ക് ഇവിടെ കൊണ്ട് നിർത്തിക്കോണം. ലക്ഷ്മി മോൾ ഇവിടെ ഉണ്ടെങ്കിലേ ഇടയ്ക്കിടയ്ക്ക് കണ്ണൻ ഇങ്ങോട്ട് വരും. അപ്പൊ എനിക്ക് കണ്ണനോട് വിശദമായിട്ട് നടന്നതെല്ലാം പറഞ്ഞു കേൾപ്പിക്കാനും പറ്റും. എനിക്കത് പറയണം. ആ കൊലപാതകം എങ്ങനെ നടന്നു, എന്തിനു നടന്നു എന്നൊക്കെ. ശരിക്കും അതൊരു കൊലപാതകം അല്ലായിരുന്നല്ലോ. ആ അതാണ്. കണ്ണനെയും കൊണ്ട് കണ്ണന്റെ അച്ഛൻ ബൈക്കിൽ സഞ്ചരിക്കുമ്പോ യാദൃശ്ചികമായിട്ട് ലോറി ബൈക്കിൽ ചെന്നിടിച്ചതല്ലേ? അല്ലെന്നേ, അങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ വിചാരം. സംഭവിച്ച അതൊന്നുമല്ല. ഇനി ഇവൻ വേണമെങ്കിൽ വിളിച്ചു പറയും ഇവൻ മനഃപൂർവ്വം കണ്ണന്റെ അച്ഛനെ കൊന്നതാണെന്ന്. ഇവനിപ്പൊ പറയുന്നതൊന്നും വിശ്വസിക്കല്ലേ മോഹിനി. ഇവനോടൊന്നും ചോദിക്കല്ലേ. നടക്കട, അങ്ങോട്ട് നടക്കട, തിരിഞ്ഞു നടക്കട. ഇനി നീ ഫാദർന്നല്ലോ ഓലൊക്കെ എടുത്ത് നിന്റെ തലമുണ്ട് അടിച്ചു പൊട്ടിക്കൂടാ. അങ്ങോട്ട് നടക്കട. എല്ലാരും നീ കൊലയ്ക്ക് കൊടുക്കല്ലോടാ വിശ്വാസ. കേറിപ്പോടാ, ഓടാ അങ്ങോട്ട്. പോകാറായപ്പോ ലേഖ പറയാ 7-ാം മാസത്തെ ചടങ്ങ് ഇവിടെ വെച്ച് മതിയായിരുന്നു. അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ലാതില്ല. എന്നാ പിന്നെ ഇത് നേരത്തെ കണ്ണേട്ടനോട് പറഞ്ഞുകൂടായിരുന്നോ? അവിടെ വെച്ച് 7-ാം മാസ ചടങ്ങ് നടത്തണമെന്ന് പറഞ്ഞപ്പോ അത് വേണ്ടെന്ന് പറയാൻ തോന്നിയില്ല. പിന്നെ ഇതുപോലുള്ള ചടങ്ങുകൾ അലങ്കോലാക്കാൻ അവിടെയുള്ളവർക്ക് പ്രത്യേകം എടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ആ സമയത്ത് അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനൊന്നും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ 7-ാം മാസത്തെ ചടങ്ങ് കഴിഞ്ഞാ ഞാനവിടെ നിൽക്കില്ലല്ലോ, ഉടനെ ഇങ്ങ് പോരുമല്ലേ. വിളിക്കാൻ ആളെത്തി. അവിടെ എങ്ങനെയുണ്ട് മഞ്ജു? അത് ചോദിക്കേണ്ട കാര്യമുണ്ടോ ലേഖേച്ചി? അവിടെ വെച്ച് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുമെന്ന് അവരൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ലല്ലോ. അതിന്റെ ദേഷ്യം എല്ലാവർക്കും ഉണ്ട്. അതിന്റെ കൂടെ ഞാൻ ഇടയ്ക്ക് സാഗരേട്ടനുമായിട്ട് അങ്ങോട്ട് പോയതേ അവർക്ക് ആർക്കും ദഹിച്ചിട്ടില്ല. അതൊന്നും നീ നോക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ മഞ്ജു? നോക്കുന്നില്ല. ഉരുളക്കുപ്പേരി പോലെ കൊടുത്തിട്ടുണ്ട് എന്റെ അമ്മയ്ക്കും ആങ്ങളയ്ക്കും പിന്നെ ആ കരുണയ്ക്കും ഒക്കെ. നാളെ ഞങ്ങൾ അവിടെ രാവിലെ എത്തും. ഇന്നത്തെ ദിവസം സൂക്ഷിക്കേണ്ടത്. മഹിക്കും കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാ അവർക്കൊന്നും പിന്നെ ജീവിതം ഉണ്ടാവില്ലെന്ന് അവർക്കറിയാം. എങ്കിലും ജയിക്കാൻ വേണ്ടിട്ട്, ഒരു മനസ്സമാധാനത്തിന് വേണ്ടിട്ട് അവരൊക്കെ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് ഭയമുണ്ട്. തൽക്കാലം അങ്ങനെ ഒരു ഭയം എനിക്കില്ല ലേഖേ. ഇവള് പറയുന്നതിലും കാര്യമുണ്ട് മഹി. നാളെ അവിടെ നിന്ന് ഇവിടെ എത്തുന്നവരെ സൂക്ഷിക്കണം. ഞങ്ങളൊക്കെ അടുത്ത് തന്നെ ഉണ്ടല്ലോ അനന്തുവേട്ടാ, അതുകൊണ്ട് ഭയക്കേണ്ട കാര്യമൊന്നുമില്ല.
എന്നാ പിന്നെ പോയിട്ട് വരട്ടെ ലേഖേ. സൂക്ഷിക്കണം കേട്ടോ. മഞ്ജു തരുന്ന ഭക്ഷണം അല്ലാതെ അവിടുന്ന് മറ്റൊന്നും കഴിക്കരുത്. ഇല്ല, ഇനി എന്നെ എന്റെ കുഞ്ഞിനെ ഓർത്ത് ടെൻഷൻ കൂടുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് രണ്ടാളും അങ്ങ് പോരെ. എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിലേ അപ്പൊ തന്നെ മഹിയനെ വിളിച്ചാൽ മതി. അതിനു മുമ്പ് അവിടെ ഉള്ളവരായിട്ട് വഴക്കിടാൻ ഞങ്ങൾ വരുന്നില്ല. പോയിട്ട് വരാം ലേഖേ. വാ എടുത്തി. സൂക്ഷിച്ചു. എനിക്കൊരു കാര്യം മനസ്സിലായി. അധികം നാള് നിനക്ക് മഹിയെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ലെന്ന്. അത്രത്തോളം ഒരടുപ്പം എനിക്ക് മഹിയോട് തോന്നുക. അനന്തോട്ടാ, എന്റെ ജീവിതത്തിൽ ഞാൻ അനന്തോട്ടനല്ലാതെ ഇത്രത്തോളം ആരെയും സ്നേഹിച്ചിട്ടില്ല. അനന്തോട്ടന് കണ്ണേട്ടൻ ആരാണോ അതുപോലെയാ എനിക്ക് എന്റെ മഹിയും. പ്രതാപന്റെ അമ്മയാണല്ലോ വിളിക്കുന്നത്. എന്റെ പേരെങ്ങാനും അവൻ ആരോടെങ്കിലും പറഞ്ഞോ? ഹലോ അമ്മേ. ഒരു രക്ഷയില്ലടാ. നിന്റെ പേരൊക്കെ അവൻ വിളിച്ചു പറയുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇതുവരെ വിളിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. പറയാൻ പോയി മോഹിനിയോട്. പിന്നെ എന്നെ കാണുമ്പോ മാത്രമേ അവൻ എന്റെ പേര് പറയത്തുള്ളൂ എന്ന് പറഞ്ഞതോ? ആ, അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പൊ അത് മാറി. അമ്മേ, വെറുതെ എന്റെ പേരൊന്നും അവനോട് പറയല്ലേ. എന്റെ പേര് കേൾക്കുമ്പോഴാ അവന് ഞാൻ ആ കൊട്ടേഷൻ കൊടുത്തെന്ന് പറയാൻ തോന്നുന്നത്. എന്തായാലും മോഹിനിക്ക് ചെറിയ സംശയങ്ങൾ തോന്നിയെന്നാ എനിക്ക് തോന്നുന്നത്. അമ്മേ, ഇനി ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അമ്മയുടെ മോൻ അമ്മയുടെ കൂടെ അധികകാലം ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ എന്താണെന്ന് അമ്മ ഊഹിച്ചെടുത്തോ? എന്റെ മോനെ കൊല്ലുമെന്നാണ് അവൻ പറഞ്ഞ. എങ്കിൽ അവന് അവന്റെ കുടുംബത്തെ ഓളം തോണ്ടും. അവൻ ഒറ്റ ഒരുത്തനാ ഈ വിഷമങ്ങൾക്കെല്ലാം കാരണം. ആരാ വിളിച്ചത്? ഒഴിഞ്ഞു പോകാനായിട്ട് ഒരുത്തനെ കാലനായിട്ടുണ്ടല്ലോ. ഇപ്പൊ അവന്റെ അമ്മയാ. അവനെ ജനിപ്പിച്ച ഭാഗ്യം കെട്ട സ്ത്രീ. അവരെന്താ പറഞ്ഞത്? മിക്കവാറും അവൻ എന്റെ പേര് വിളിച്ചു കൂവും എല്ലാവരോടും. അതുറപ്പല്ലേ. അതുകൊണ്ടാ നിങ്ങളോട് പറഞ്ഞത് അങ്ങോട്ട് പോകണ്ടെന്ന്. അപ്പൊ നിങ്ങൾ അങ്ങോട്ട് ഓടിപ്പോയി കളഞ്ഞു. ഇനി 7-ാം മാസത്തിന് അവൻ അലമ്പുണ്ടാക്കുമെന്നാ എന്റെ പേടി. കണ്ണൻ ഇടയ്ക്ക് പ്രതാപം വിളിച്ചെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഒരു ഫോൺ കോള് മതി എല്ലാം തീരാൻ. കാര്യങ്ങൾ ഈ രീതിയിൽ കൈവിട്ടു പോവുകയാണെങ്കിൽ മോൻ അധികകാലമില്ലെന്ന് ഞാൻ അവന്റെ അമ്മയെ അറിയിച്ചിട്ടുണ്ട്. എന്നുവെച്ചാ പ്രതാപനെ നിങ്ങൾ കൊല്ലുമെന്നാണോ പറയുന്നത്? പിന്നല്ലാതെ. അവന് കൊട്ടേഷൻ കൊടുക്കാതെ രക്ഷയില്ല. ആ രീതിയിലാ ഇപ്പൊ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അങ്ങനെ കൊട്ടേഷൻ കൊടുക്കാനുള്ള കാശ് ഇപ്പൊ നിങ്ങളുടെ കയ്യിലുണ്ടോ? കുറച്ച് കാശ് ബാങ്കിൽ കിടപ്പുണ്ട്. അത് മോളെ കെട്ടിക്കാൻ പോലും തികയത്തില്ലല്ലോ. എടീ, ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, സ്വാതി മോളുടെ കല്യാണം വന്നാൽ ആ കല്യാണം മുന്നിൽ നിന്ന് കണ്ണൻ നടത്തിക്കോളും. നിങ്ങളാണ് അവന്റെ അച്ഛനെ കൊന്നേന്നറിഞ്ഞാലേ നിങ്ങളുടെ മോളുടെ കല്യാണം അവൻ നടത്തുവോ? അതുകൊണ്ടാടി അവൻ അറിയുന്നതിന് മുമ്പ് ആ സത്യം അറിയിക്കാൻ നടക്കുന്ന നാവുണ്ടല്ലോ, അത് നിലയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞത്. പ്രതാപന്റെ നാവ് നിലയ്ക്കണം. ആയുസത്താതെ ഈ ഭൂമിയിൽ നിന്ന് പോണം.
ഒരാളെ കൊന്നു. ഇനിയിപ്പോ ആ കൊലപാതകം മറച്ചു വെക്കാൻ വേറൊരുത്തനെയും കൂടെ കൊല്ലാൻ പോവുക. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഒരു പാപം ചെയ്താ പിന്നീട് ഒരുപാട് പാപങ്ങൾ ചെയ്യേണ്ടി വരും. എന്നാലും രക്ഷയൊന്നുമില്ല. നമ്മൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാ ആ തെറ്റ് നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ടാവും. ഒരു സമയത്ത് ഞാൻ എങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ടാ നമ്മുടെ കുടുംബം നല്ല നിലയിൽ പോയത്. പിന്നെ ഇതിനിടയിൽ എനിക്ക് ഉണ്ണിക്കൊക്കെ ഒരു അബദ്ധം പറ്റി. കണ്ണൻ കല്യാണം കഴിക്കത്തില്ല എന്ന് കരുതി അവനെ ഞങ്ങളൊക്കെ നന്നായിട്ടങ്ങ് സേവിച്ചു. അന്നൊക്കെ കെട്ടിടം പണിയുമ്പോൾ ചെറിയ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിലും വലിയ തോതിലുള്ള വെട്ടിപ്പൊന്നും ഞങ്ങൾ നടത്തിയിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? നിന്റെ മോൻ മഞ്ജുവിനെ കല്യാണം കഴിക്കും. അങ്ങനെ വരുമ്പോ കണ്ണന്റെ സ്വത്തിന്റെ പകുതി ഇങ്ങോട്ട് പോരും. അങ്ങനെയൊക്കെ ആയിരുന്നു ചിന്ത. എന്നിട്ട് അവസാനം നിങ്ങൾ തന്നെയല്ലേ അവനൊരു ജീവിതം ഉണ്ടാക്കി കൊടുത്തത്? അങ്ങനെ കൊടുക്കുമ്പോഴും എന്റെ മനസ്സിൽ കണ്ണനൊരു കുടുംബം ഉണ്ടാവില്ല എന്നായിരുന്നു ചിന്ത. എന്നിട്ടിപ്പൊ എന്തായി? കുടുംബം ഉണ്ടായിന്ന് മാത്രമല്ല, ഇനിയിപ്പോ അവനൊരു കുഞ്ഞും ഉണ്ടാവാൻ പോവുക. പെണ്ണിനാണെങ്കിൽ 7 മാസം ആവുകയും ചെയ്തു. ഇനി കണ്ണടച്ച് തുറക്കും മുമ്പ് കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും മടിയിൽ ഒരു കുഞ്ഞുണ്ടാവും. ആ കുഞ്ഞ് ഇപ്പോഴും കണ്ണന്റെ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കണ്ണൻ അങ്ങനെ പറയാത്തിടത്തോളം കാലം അത് നമുക്ക് തിരുത്താനൊന്നും പറ്റില്ല. നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത് ആ പ്രതാപന്റെ കൈയും കാലും കെട്ടി അവനെ ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇടണം. എന്നിട്ട് മെല്ലെ അവനെ നന്നായി ചികിത്സിപ്പിക്കണം. എന്നാലേ അവന്റെ വായ മൂടിക്കെട്ടാൻ പറ്റൂ. അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവന്റെ കാര്യത്തിൽ ഒരു അവസാന തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ.